എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ അത്ഭുതം, ഈ വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം പാസ്റ്റർ ജോൺ ജോയും പാസ്റ്റർ രാജേഷും കടന്നു വന്നിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ജോൺ ജോയി, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 10 കുഷ്ഠരോഗികളെയും ഒരുമിച്ച് കർത്താവായ യേശുക്രിസ്തു എവിടെ വച്ചാണ് കണ്ടുമുട്ടിയത് പാസ്റ്റർ? വേദപുസ്തകം പറയുന്നത് ഈ 10 കുഷ്ഠരോഗികളും കർത്താവ് കാണുന്നത് എവിടെ വെച്ചാണെന്ന് വ്യക്തമായ ഒരു പരാമർശം നമ്മോട് വേദപുസ്തകം നൽകുന്നുണ്ട്. അതായത് ലൂക്കോസിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അവനോട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു. അപ്പോൾ കർത്താവായ ദൈവം യെരുശലേമിലേക്കുള്ളതായ യാത്രാ മധ്യേ ഗലീലയ്ക്കും ശമര്യയ്ക്കും മധ്യേ വെച്ച് ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ 10 പേരെയും ഒരുമിച്ച് കാണുന്നത്. ഈ 10 കുഷ്ഠരോഗികൾ അവിടെ ഇറങ്ങി നടക്കുകയായിരുന്നു അല്ലേ? അതെ, അങ്ങനെയാണ് നമ്മുടെ വചനം. അവര് എതിർപ്പെട്ട് വരികയായിരുന്നു. അത് കർത്താവ് യേശു പോകുന്ന വഴിയിൽ എതിർപ്പെട്ട് അവർ 10 പേരും ഒരുമിച്ച് കടന്നു വരികയാണ്. അങ്ങനെ കുഷ്ഠരോഗികൾക്ക് ഇറങ്ങി നടക്കാൻ പാടുണ്ടോ? അവരുടെ അവസ്ഥ എന്താണ്? അന്നത്തെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കുഷ്ഠരോഗികൾക്ക് പരസ്യമായിട്ട് നടക്കാൻ പറ്റത്തില്ല. അവരങ്ങനെ ജനക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റൊരിതിൻ്റെ ഈ പറഞ്ഞ ഈ വായിച്ച ഭാഗം പോലെ അവരതിൻ്റെ മധ്യഭാഗത്തൂടെ മറ്റൊരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാനത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇത് പകർച്ചവ്യാധിയാണല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. അവർക്ക് രോഗസൗഖ്യം വരാതെ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷേ യേശുക്രിസ്തുവിനെ അവർ എതിർപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ കുഷ്ഠരോഗികളുടേതായ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ആരാലും ഒന്നും സഹായിക്കുവാനില്ലാത്തവരായി ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ടവരാണ് കുഷ്ഠരോഗികൾ. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു കുഷ്ഠരോഗിക്ക് വേറൊരു വ്യക്തിയുമായിട്ട് കൂടി ഇടപെടുവാനായി സാധ്യമല്ല. അതുകൊണ്ടാണ് കുഷ്ഠരോഗികളുടെ ഒരു സമ്മേളനം. അവരെല്ലാവരും പരസ്പരം കൂട്ടുകാരായി തീരുകയാണ്. ഒരു കുഷ്ഠരോഗി മറ്റൊരു കുഷ്ഠരോഗിയെ ആശ്വസിപ്പിക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബക്കാർ ഒറ്റപ്പെടുത്തിയ അവസ്ഥ, സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നതായ അവസ്ഥ, സമൂഹത്തിലൊന്നും ഒരു സ്ഥാനമില്ലാത്തതായ അവസ്ഥ. കുഷ്ഠരോഗം ഒരു വ്യക്തി പിടിപെട്ടാൽ പിന്നെ അവന്റെ ജീവിതം കഴിഞ്ഞു. അതാണ് സമൂഹത്തിൻ്റെതായ ഒരു വിലയിരുത്തൽ. അതൊരു മരണത്തിന്, അതെ, മരിച്ചതിന് ഒരു ആത്മഹത്യക്ക് തുല്യമാണ് കുഷ്ഠരോഗം എന്ന്. കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തിയതായ ഒരു അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. എത്ര പരിതാപകരമാണ് ആ അവസ്ഥ അല്ലേ? അത് തീർച്ചയായിട്ടും തന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കണം, ഭാര്യ ഉപേക്ഷിക്കണം, കുടുംബക്കാർ ഉപേക്ഷിക്കണം, എല്ലാവരും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ഒരു ജീവിതം ജീവിക്കേണ്ടതായ ഒരു വ്യക്തി. ദേഹമാസകലും ചെളിയും, ഒന്ന് കുളിക്കുവാൻ പോലും ആരും കിണർ വെള്ളം കൊടുക്കുകയില്ല. ഒന്ന് നദിയിൽ പോയി കുളിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു കാര്യം ചെയ്യുവാനായിട്ട് വെള്ളം കുടിക്കുവാൻ പോലും പലപ്പോഴും ആരും കൊടുക്കുകയില്ല. ഒറ്റയ്ക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ ഒളിച്ചും പാത്തും ആയിരിക്കണം ഇവർ പലപ്പോഴും വെള്ളമൊക്കെ പോയി കുടിക്കാറ്. എന്നാൽ ആഹാരം പോലും ആര് കൊടുക്കുന്നു നമുക്ക് ആർക്കും അറിയില്ല. എത്രത്തോളം നമുക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത അത്രത്തോളം കഷ്ടവും പ്രയാസവുമാണ് ഒരു കുഷ്ഠരോഗിയെ ആ സമൂഹത്തിൽ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷമം, അവരുടെ സങ്കടം അത്രത്തോളം അധികമായിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ട ഉടൻ ഈ 10 കുഷ്ഠരോഗികളും ഓടിപ്പോയി അവരുടെ സങ്കടം പറയുകയായിരുന്നു. എതിർപ്പെട്ട യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി കാണും. യേശുക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്. അവർ 10 പേരും ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ സങ്കടം പറയാനുള്ള അവസരം, അവരുടെ വേദന, അവരുടെ ദുഃഖം ഒന്ന് ഇറക്കി വെക്കാനുള്ള അവസരം അവർ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, യേശു നായക. അവർ വിളിക്കുന്നത് അങ്ങനെയാണ്, യേശു നായക, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പം കർത്താവായ യേശുക്രിസ്തു ഒറ്റയ്ക്കല്ലല്ലോ നടന്നു പോകാറ്. അപ്പോൾ ഒത്തിരി ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പം ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കുഷ്ഠരോഗികൾക്ക് വരാൻ പാടില്ല. അവർ അകലെ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞത്. അവരൊത്തിരി അകലെ നിന്ന് അവിടെ നിന്നാണ് യേശു നായക എന്ന് ഉറക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് വചനം നമ്മോട് പറയുന്നത്, അവർ എതിർപ്പെട്ട് വന്നതായ സമയത്ത് ഉറക്കെ വിളിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞ പ്രകാരം യേശു നായിക കരുണയുണ്ടാകണമെന്ന് ഉറച്ച് നിലവിളിച്ച് വിളിക്കുകയാണ്. കാരണം കർത്താവായ യേശുവിൻ്റെതായ ശ്രദ്ധ കിട്ടുവാനായിട്ട് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. കാരണം അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടവും അത്രത്തോളം കാഠിന്യമേറിയതായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം പ്രാപിക്കണമെന്ന് അവർക്ക് പൂർണ്ണമായ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് യേശുവിനെ കാണുവാൻ അധികം അവസരം അവർക്ക് ലഭിക്കാറില്ല. കാരണം എപ്പോഴും കർത്താവ് ജനങ്ങളോടുകൂടെ നടക്കുന്നത് കൊണ്ട് അശുദ്ധരായ ഇവർക്ക് അവിടെ മുമ്പിൽ പോകുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ പല സമയത്തും ഇങ്ങനെ എത്തിപ്പെടുവാൻ സാധിക്കാതിരുന്നുകൊണ്ട് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് ഉപയോഗിക്കാൻ തക്കവണ്ണം സ്വയം തീരുമാനിക്കുക. അങ്ങനെ അവർ ഉറച്ച്. മാത്രമല്ല, ഇവർ സഞ്ചരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറ്റയടി പാതയായിരുന്നേക്കാം. അതാണല്ലോ പെട്ടെന്ന് എതിർപ്പെടുന്നത്. ഇച്ചിരി വിശാലമായ സ്ഥലമാണെങ്കിൽ ദൂരെ നിന്ന് കാണാം. പക്ഷേ ഇവരിങ്ങനെ സഞ്ചരിച്ച് വന്ന സ്ഥലം ഒരുപക്ഷെ ഒരു ഇടുങ്ങിയ പാതയോ അല്ലെങ്കിൽ ഒറ്റയടി പാതയോ ആയിരിക്കാം. പെട്ടെന്ന് അവർക്ക് അവിടെ നിന്നിട്ട് മാറാൻ പോലും പറ്റിയില്ല. പക്ഷേ അവർ നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് കാണും. യേശു ക്രിസ്തുവാണ് മനസ്സിലായി. ഈ അവസരം നഷ്ടമാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഈ കുഷ്ഠരോഗികൾ വിളിച്ച വിളി കർത്താവായ യേശു ക്രിസ്തു കേട്ടോ? കേട്ടോ, തീർച്ചയായിട്ടും കേട്ടു. ഇത്ര ഉറക്കല്ലേ വിളിക്കുക? 10 പേരോട് ഒരുമിച്ച് വിളിക്കുക, യേശു നായക. പക്ഷേ അവിടെ ഒത്തിരി വലിയൊരു ജനക്കൂട്ടത്തിന്റെ നടുവിലാണല്ലോ കർത്താവായ യേശു ക്രിസ്തു. അവരോട് സംസാരിച്ച് വരും. അവിടേക്ക് നടന്നു വരുന്നു. ജനക്കൂട്ടമായിരുന്നാലും എങ്ങനെയായിരുന്നാലും യേശു നടന്നു വരികയാണ്. ആ നടന്നു വരുമ്പോൾ എതിർപ്പെട്ട് അല്പം ദൂരെ ആയിക്കുമ്പോൾ പെട്ടെന്ന് അവർ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവരുടെ ആവശ്യം ദൈവത്തോട് പറയുകയാണ്. അത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവായ ദൈവം എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇപ്പൊ നാം നമ്മുടെ മനസ്സിൽ സംസാരിച്ചാൽ പോലും കർത്താവായ ദൈവം അത് മനസ്സിലാക്കുന്നവനാണ്. അപ്പൊ അവർ ഉറക്കെ വിളിച്ചാലും പതുക്കെ വിളിച്ചാലും കർത്താവായ യേശുവിന് കേൾക്കാമായിരുന്നു. പക്ഷെ ഇവരുടേതായ ആ പ്രയാസം നിമിത്തമായിട്ട് അവരുടേതായ ആ മനസ്സിലുള്ളതായ പ്രയാസം കൂടുതൽ വർദ്ധിച്ചിട്ട് അവർ നിലവിളിച്ച് പറയുകയാണ്. അത് കർത്താവ് കേൾക്കുന്നു. അവർ പതുക്കെ പറഞ്ഞിരുന്നാലും കർത്താവ് കേൾക്കുമായിരുന്നു. എങ്കിലും അവരുടേതായ പ്രയാസം നിമിത്തമായിട്ട്, അവരുടെ ബുദ്ധിമുട്ട് നിമിത്തമായിട്ട് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ എന്നുള്ളതായ ഭയം നിമിത്തമായിട്ട് അവരെ ഉറക്കെ നിലവിളിക്കുകയാണ് കർത്താവായ യേശുവിന്റെ ശ്രദ്ധ കിട്ടുവാനായിട്ട്. കർത്താവ് കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കുഷ്ഠരോഗികൾക്ക് എങ്ങനെ അറിയാം കർത്താവായ യേശു ക്രിസ്തുവിന് അവരെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്? അവർ കേട്ടിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേക ഒരു വാർത്തയോ എന്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടി, 2 പേർക്ക് കിട്ടി, ആളുകളെല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ പക്ഷേ കുഷ്ഠരോഗികളായിട്ട് വരുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട് മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവൻ്റെ കുഷ്ഠരോഗം പുരോഹിതൻ വേണം ഇവൻ കുഷ്ഠരോഗി അല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത്. മറ്റാർക്കും ഉള്ള അവകാശമില്ല. എന്നാൽ ഇവർ കുഷ്ഠരോഗിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിന് വരെ പുറത്താക്കിയിരിക്കുകയാണ്. നിങ്ങൾ മാറി നിൽക്കാൻ പറയും, മറ്റു സ്ഥലത്തേക്ക് സമൂഹത്തിലേക്ക് വരരുത്, ആൾപ്പാർപ്പിടത്തേക്ക് വരരുത്, അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം അവർക്കറിയാം. അവർക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സൗഖ്യം. അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ. യേശുവിൻ്റെ പേര് ഇവിടെ ഞാൻ വിളിക്കുന്നത്, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമെന്ന്. യേശുവിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം പ്രത്യേകിച്ച് കർത്താവായ യേശുവിന്റെ വരവും അവൻ്റെതായ ശുശ്രൂഷയും ഒക്കെയും മറ്റുള്ള ഏവരെക്കാളും അധികം ഒരു വലിയൊരു വാർത്ത രോഗികൾക്കായിരുന്നു. കാരണം എല്ലാം സൗഖ്യമാകുന്നു. അപ്പോൾ ഇവർക്കൊരു വലിയ സന്തോഷ വാർത്തയാണ്. അത് പെട്ടെന്ന് എല്ലാവരും പരക്കുവാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വാമൊഴിയായിട്ട് എല്ലാവർക്കും കിട്ടുവാനായിട്ട്. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ച വീണ്ടും തുടങ്ങുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച വീണ്ടും തുടരുന്നതായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരെ സൗഖ്യപ്പെടുത്തിയോ? ഇവിടെ വചനം നമ്മോട് പറയുന്നത്, ഇവര് എതിർപ്പെട്ട് വരുമ്പോൾ ഈ 10 പേരും ഒരേ സ്വരത്തിൽ കർത്താവായ യേശുവിനെ വിളിക്കുകയാണ്. കർത്താവേ, യേശു നായക, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ആ വിളി കർത്താവ് കേൾക്കുകയാണ്. കേട്ടുകൊണ്ട് കർത്താവായ അവരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുപ്പിൻ എന്ന് കർത്താവ് യേശുവോട് പറയുകയാണ്. അവരെന്തുകൊണ്ടോ യേശുവിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം ഇവർ ഈ പറഞ്ഞത് കേൾക്കുകയാണ്. അവർ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് ഞങ്ങളോട് കൃപ തോന്നി ഞങ്ങളെ സൗഖ്യപ്പെടുത്താതെ ഞങ്ങളോട് പോയി കാണിക്കുവാനായിട്ട് പറയുന്നത് എന്നൊരു പക്ഷെ അവർ ചിന്തിച്ചിരിക്കാം. എങ്കിലും കർത്താവായ യേശു പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് അവർ 10 പേരും പുരോഹിതനെ കാണിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ആ പോകുന്ന യാത്രാ മധ്യയിൽ ഈ 10 പേർക്കും സൗഖ്യം വരികയാണെന്നാണ് പ്രവചനം പറയുന്നത്. യാത്രാ മധ്യയിൽ തന്നെ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാം. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യം അവർക്ക് സൗഖ്യം. യേശു ക്രിസ്തു അവരുടെ അടുത്തേക്ക് വരികയാണ്. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ യേശു ക്രിസ്തു അവരോട് സമീപിക്കും തോറും അവരുടെ രോഗസൗഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ആപ്ലിക്കേഷൻ, അവരുടെ റിക്വസ്റ്റ് ദൈവം മാനിച്ച് നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാൻ പറയുക. സാധാരണ വിചാരിച്ചു യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൈയൊക്കെ കാണിച്ച് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. പക്ഷേ യേശു ക്രിസ്തുവിന് അവരുടെ സൗഖ്യത്തെക്കുറിച്ച് അവനറിയാമായിരുന്നു. അവരെ സംബന്ധിച്ച് അവർ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. യേശു ക്രിസ്തു ഞങ്ങളെന്നെ സൗഖ്യമാക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്റ്റഡ് ആയപ്പെടുന്നതാണ്. അവർ സൗഖ്യത്തോടു കൂടിയാണ് ആ വഴിയാത്ര മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞത് പുരോഹിതനെ ചെന്ന് കാണാൻ? അതായത് നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ച പ്രകാരം
ഒരു കുഷ്ഠരോഗിയാണെന്ന് തീരുമാനിക്കപ്പെട്ടാൽ ആ വ്യക്തി ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് സമൂഹത്തിൽ. അപ്പം അവൻ വീണ്ടും സൗഖ്യം പ്രാപിക്കുകയാണ് എങ്കിൽ ഒരു പുരോഹിതനാണ് അവനെ കണ്ട് പരിശോധിച്ച് അവൻ്റെ രോഗം മാറിയെന്ന് ഒരു സർട്ടിഫൈ ചെയ്യേണ്ട വ്യക്തി പുരോഹിതനാണ്. ആ അധികാരമാണ് മോശ അവന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അപ്രകാരം പുരോഹിതൻ കണ്ട് രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവന് തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് പോകുവാനോ അവൻ്റെ കുടുംബക്കാരോട് ജീവിക്കാനോ ഒക്കെ അവിടെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു നിങ്ങൾ പുരോഹിതനെ കൊണ്ട് കാണിക്കുക എന്ന് അവരോട് പറയാൻ കാരണം അതുതന്നെയാണ്. അപ്പം സൗഖ്യപ്പെടുത്തിയതിന് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? അവർ 10 പേര് സൗഖ്യമായി. 10 പേരും സൗഖ്യമായി. 10 പേര് സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഒരുവൻ മാത്രം കർത്താവിൻ്റെ അടുത്ത് നന്ദി പറയാനായിട്ട് വന്നു. ഇന്ന് സമൂഹത്തിൽ അങ്ങനെയാണല്ലേ. കർത്താവ് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കർത്താവിനോട് നന്ദി പറയാനൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെ താല്പര്യമുള്ളൂ. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കുറേ പണം കൊണ്ട് കൊടുക്കുന്നതിനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ഞാൻ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് കാണിക്കുന്ന നമ്മുടെ നന്ദി. ദൈവം നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടിയായിട്ട് ദൈവസന്നിധി ആഗ്രഹപ്രകാരം. ഇവിടെ ഈ 10 പേര് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 10 പേരും കർത്താവായ യേശു അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവ് ഞങ്ങളെ ഉടനെ അടുത്ത് വിളിക്കും, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളുടെ അടുക്കിലേക്ക് വരും, ഞങ്ങളെ ഉടനെ സൗഖ്യപ്പെടുത്തും. ആ ഒരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ മറിച്ച് കർത്താവ് അവരെ സൗഖ്യപ്പെടുത്താതെ അവരോട് നേരെ നിങ്ങൾ പോയി പുരോഹിതനെ കാണുവാനാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ അവർക്കൊരു ഒരു ആശ്ചര്യമായി തോന്നിയിരിക്കണം പലപ്പോഴും. കാരണം കർത്താവ് സൗഖ്യമാക്കുന്നില്ല, ഞങ്ങളോട് പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും സംശയം ഒന്നുമില്ലാതെ ഈ 10 പേരും പുരോഹിതനെ കാണുവാനായിട്ട് പോകുന്നത്. വഴി യാത്രയിലാണ് ഇവർ സൗഖ്യപ്പെടുന്നത്. 10 പേർക്കും ഒരേ വിശ്വാസമായിരുന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടും അല്ല, സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് സുഖം പ്രാപിക്കേണ്ട കാര്യത്തിൽ അവർ 10 പേർക്ക് ഒരു വിശ്വാസമാണ്. അല്ലെ 10 പേര് സൗഖ്യമാകത്തില്ലല്ലോ. അപ്പം ഈ സൗഖ്യം ലഭിച്ചതിന് ശേഷം ഈ 9 പേരും തിരിച്ചു വന്നില്ല. അവരെവിടെ പോയ? ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ്. അവനവൻ്റെ കാര്യം സാധിക്കുക, കാര്യം കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മറ്റു നന്ദി പറയുന്നൊരു അനുഭവം നമുക്കില്ല. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ 10 പേരും ഞാൻ നേരത്തെ പറഞ്ഞു 10 പേരും വഴിയാത്ര മധ്യേയാണ്. എവിടേക്കാണ് അവർ പോയത്? കുടുംബത്തിലോട്ടല്ല, പുരോഹിതനെ കാണാനായിട്ട് പോയത്. അപ്പൊ ആ പോകുന്ന യാത്രാ മധ്യയിലാണ് ഈ 10 പേർക്കും സൗഖ്യം വരുന്നത്. ഒരു വ്യക്തി അവിടെ നിർത്തിയിട്ട് മടങ്ങി വന്ന് കർത്താവിനെ കാണാൻ വരികയാണ്. അതെ, മറ്റാരും കാണാൻ പോയില്ല. മറ്റ് കുടുംബക്കാരെയോ ചാർച്ചക്കാരെ ബന്ധുക്കളെയോ സഹോദരരെ ആരും കാണാൻ അവൻ പോകുന്നില്ല. അവൻ തിരിച്ച് ഉടനെ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. എന്നാൽ ആ 9 പേരും ഒരു പക്ഷെ നേരെ പോയത് ആരുടെ അടുക്കലേക്ക്? പുരോഹിതന്റെ അടുത്ത്. അതെ, പുരോഹിതനെ കാണാനായിട്ട് പോയിരിക്കും. കാരണം പുരോഹിതനെ പോയി കണ്ട് ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയാലേ അവർക്ക് തിരിച്ചു ഭവനത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 9 പേരും പെട്ടെന്ന് ധൃതിപ്പെട്ട് നേരെ പുരോഹിതനെ കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ കുരുടൻ അല്ലെങ്കിൽ ഈ കുഷ്ഠരോഗി നോക്കിക്കൊണ്ട് പോവുകയാണ്. എനിക്ക് സൗഖ്യം വരുന്നുണ്ടോ. അത് കണ്ട മാത്രയിൽ മറ്റൊരു ചിന്തയും കൂടാതെ മറ്റെല്ലാം മറന്ന്, എനിക്ക് ഈ അസുഖം വന്നപ്പോൾ എന്നെ തഴഞ്ഞവർ, എന്നെ കൈവിട്ടവർ, എന്നെ സ്നേഹിക്കാതെ എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ആഹാരം പോലും തരാതെ എന്നെ കൈവിട്ടവർ, അവരുടെ മുമ്പിലേക്ക് ആദ്യം പോകുവാൻ തോന്നാതെ എന്നെ കണ്ട് മനസ്സെളിഞ്ഞ കർത്താവായ യേശു, ആ യേശുവിനോട് കൂടി ആയിരിക്കണം, ആ യേശുവിനോട് പോയി നന്ദി പറയണം. ആ ഒരു ചിന്തയായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നത്. ആ 9 പേർക്കും ഇല്ലാതിരുന്ന ഒരു ഗുണം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു രോഗിയിൽ കാണുന്നത്. ഇപ്പം എന്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വിളി കേൾക്കും എന്നാണ് ഈ അത്ഭുതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, നമ്മൾ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കോരായണ കോരായണ. ഒരു ആവശ്യം, നമുക്ക് ഒരു ആവശ്യമുണ്ട്, ആവശ്യം സാധിക്കുന്നവരെയും എല്ലാം നല്ലത്, അവരെ വേണം ഇവരെ വേണം. ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് പല വിശ്വാസികളും. എല്ലാ ആവശ്യങ്ങളും അവർ കർത്താവായ യേശുവിനെ വിളിക്കും. അവരുടെ അവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കർത്താവായ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകരൊക്കെ മാറിയിരിക്കുകയാണ്. ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. അതാണ് ഇസ്രായേൽ മക്കളെ നോക്കി കർത്താവ് പലപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഓടയിൽ കിടക്കുന്നതായ ഒരു അവസ്ഥയിലുള്ളവരായിരുന്നു. നിങ്ങൾ അവിടുന്ന് ഞാൻ എടുത്തു, കഴുകി, നല്ല വസ്ത്രം ധരിപ്പിച്ചു, നല്ല ആഭരണം നൽകി സഹായിച്ചു, എല്ലാം കൊടുത്ത് നിങ്ങളെ മിനുക്കിയെടുത്തു. നിങ്ങൾ ഇന്ന് അതെല്ലാം ഉണ്ടായിരുന്നതായ സമയത്ത് നിങ്ങൾ എന്നെ മറന്നുപോയി. നിങ്ങളുടെ ഉള്ളതായിരുന്ന അവസ്ഥ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മറക്കുന്നു? അല്ല, മനുഷ്യ സമൂഹത്തിൽ നാം വ്യത്യസ്തമായിരിക്കുന്ന ആളുകളാണ്. പല ടെമ്പർമെൻറ്റും പല സ്വഭാവങ്ങളും പല രീതികളുള്ളവരാണ്. എല്ലാ മനുഷ്യരും ഒരുപോലല്ല. ഇപ്പം ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മക്കളെല്ലാവരും ഒരുപോലല്ല. അവരുടെ ശരീരത്തിന്, അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഇതുപോലെ ഈ 10 പേരാ വന്നെങ്കിൽ തന്നെയും ഒരുവൻ്റെ ഉള്ളത്തിൽ മാത്രമേ ഉള്ളൂ എന്നെ സൗഖ്യമായവൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് അവനോട് നന്ദി പറയണമെന്നുള്ള താല്പര്യം. മറ്റവരെ സംബന്ധിച്ച് അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞാൽ അവരവരുടെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇന്നും സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്.
എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായിരിക്കും. പലർക്കും അത് കഴിയാറില്ല. അത് ഇന്ന് ഇപ്പൊ ഞാനോ നിങ്ങളോ ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ നാം തിരിച്ച് മറത്തൊന്നും ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ആ വ്യക്തി നമ്മളോട് വന്ന് നന്ദി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്കൊരു എന്നോട് വന്ന് തിരിച്ചു വന്ന് മടങ്ങി വന്ന് നന്ദി എന്ന് പറയുമ്പോൾ കണ്ടു അവൻ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് അറിയുവാനും അവരെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാവണം. അല്ല, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ ആളുകളൊക്കെ പലപ്പോഴും നന്മകൾ ചെയ്യും. പക്ഷേ ചെറിയ ആളുകളെ സമയത്ത് നന്മ തിരിച്ചു തരുവാൻ്റെ കൂടെ അവരെ കൊണ്ട് പ്രയാസം, അവരെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മളും അതുപോലെ യേശുക്രിസ്തു നന്മയൊക്കെ ചെയ്ത് അവൻ മടങ്ങി വന്നതിൽ സന്തോഷം. പക്ഷേ ദൈവം ഒരിക്കലും അവൻ ഈ രീതിയിൽ ഒരു നന്ദി പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവനെ സഹായിച്ചത്. ഓക്കെ, നമ്മൾ നന്മയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കടന്നു വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കാണാം. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു കുഷ്ഠരോഗി മാത്രം കടന്നു വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടി എന്തായിരുന്നു പാസ്റ്റർ? യേശുക്രിസ്തുവിൻ്റെ പ്രതികരണം, ഈ ഒരുവനെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ശമരിയാക്കാരനാണ്. യഹൂദനും ശമരിയനും തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത് അവർ വിലക്കിയിരിക്കുന്നൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഒരുവൻ മാത്രം മടങ്ങി വന്ന് മറ്റവരെല്ലാം പോയി. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഒരു അന്യജാതിക്കാരനായിരിക്കുന്ന ശമരിയക്കാരൻ നന്ദി പറയാൻ്റെ കൂടെ മടങ്ങി വന്നല്ലോ എന്ന് യേശുക്രിസ്തുവിനെ അതിശയിപ്പിക്കുകയാണ്. മറ്റാരും കടന്നു വന്നില്ല. യേശുക്രിസ്തുവിന് അതിശയം തോന്നി ആ ഒരൊറ്റ കാര്യത്തിലാണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ആദ്യം ഇവർ വന്നായ സമയത്ത് രോഗികളായിട്ട് വന്നു. തിരിച്ച് വീണ്ടും പോയിട്ട് മടങ്ങി വരുന്നത് രോഗസൗഖ്യം പ്രാപിച്ചവനായിട്ടാണ്. ഒരു യൗവനക്കാരൻ്റെ ശരീരത്തോടു കൂടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനായിട്ട് ഈ വ്യക്തി മടങ്ങി വരികയാണ്. അത് മാത്രമല്ല, പാസ്റ്റർ നേരത്തെ പറഞ്ഞ പ്രകാരം മറ്റ് 9 പേരും അവർ കർത്താവായ ദൈവത്തെ തേടി മടങ്ങി വന്ന് നന്ദി പറയാൻ വരാതെ ഈ ഒരു വ്യക്തി മാത്രം തിരിച്ച് മടങ്ങി വന്ന്, ഇവിടെ ആ വചനം പറയുകയാണ്, തിരിച്ച് മടങ്ങി വന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ കാൽക്കൽ കവിണ്ട് വീണ് അവനെ നമസ്കരിച്ച് അവനോട് നന്ദി പറയുകയാണ്. അപ്പോൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് ചിന്തിക്കുക. അപ്പം എൻ്റെ പ്രയാസം ഒരു വലിയൊരു ദുഃഖമായിരുന്നു, വലിയൊരു സങ്കടമായിരുന്നു. അത് വിടുവിച്ചവനായ ദൈവത്തോട് നന്ദി പറയുവാനിരിക്കുവാൻ തക്കവണ്ണം അവന് സാധിച്ചില്ല. നന്ദി പറയാതെ പോകുവാനായിട്ട് അവന് സാധിച്ചില്ല. കാരണം അത്രത്തോളം സങ്കടവും പ്രയാസവുമായിരുന്നു അവനുണ്ടായിരുന്നു. ഇവിടെ ഈ സമയത്ത് അസുഖം മാറിയപ്പോൾ അവൻ്റെതായ സൗഖ്യം വന്നു, രോഗത്തിന് പൂർണ്ണ വിമുക്തമുണ്ടായി, അവൻ്റെതായ ത്വക്കൊക്കെയും മനോഹരമായ രീതിയിൽ ആക്കപ്പെട്ടു. അവന് നന്ദി പറയാതിരിക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവർ അങ്ങനെ ആയിരുന്നില്ല. അതാണ് കർത്താവ് യേശുവിനെ അതിശയിപ്പിച്ചത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കുഷ്ഠരോഗി കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരു കാര്യം അതിന് പഠിക്കാനുള്ളത്, യേശുക്രിസ്തുവിൻ്റെ സൗഖ്യം അല്ലെങ്കിൽ രോഗസൗഖ്യമോ യേശുക്രിസ്തുവിൻ്റെ നന്മ പ്രവർത്തികളോ ഒരു പ്രത്യേക മനുഷ്യവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല. ഈ ശമരിയാക്കാരൻ അനുഭവിച്ച പോലെ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശത്തിൽപ്പെട്ട എല്ലാവർക്കും കർത്താവിൻ്റെ നന്മയും സ്നേഹവും അനുഗ്രഹവും രോഗസൗഖ്യവും ദൈവം പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ ദൂത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. എല്ലാവരും അറിയണം, എല്ലാവരും സത്യദൈവത്തെ മനസ്സിലാക്കണം, എല്ലാവരും ദൈവത്തെ സ്വീകരിക്കണം കർത്താവ് ആദ്യം ആഗ്രഹിച്ചിരുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ 10 പേര് സൗഖ്യമാക്കിയല്ലോ, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ വേറെ ആരും എന്നെ വന്ന് കണ്ട് എന്നോട് നന്ദി പറയാനായിട്ട് തുനിഞ്ഞില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ അവൻ അന്യജാതിക്കാരനായിരുന്നു. ആ അന്യജാതിക്കാരനായ മനുഷ്യനെ പോലും കാണുവാനും അവനെ സൗഖ്യത്തോടു കൂടി അവനെ തൊടുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും അവനെ നന്ദി പറയുവാനും അല്ലെങ്കിൽ അവനെ അനുഗ്രഹിക്കാനും ഒക്കെയും കർത്താവായ ദൈവത്തിന് മടി കാണിച്ചില്ല. അപ്പൊ ആ കുഷ്ഠരോഗികളിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നിരിക്കണം. ബാക്കിയുള്ളവർ അങ്ങനെ ആയിരിക്കാം. കാരണം ഈ 10-ൽ ഒരുത്തൻ്റെ കാര്യം മാത്രമല്ല ശമരിയക്കാരൻ പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം സമൂഹത്തിലാണ്ട് വലിയ ആളുകളാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ മാത്രമേ വന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ശമരിയക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്ന അന്യജാതിപ്പെട്ടവൻ അവൻ വന്ന് കർത്താവിനോട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിലും ഇതേപോലെയാണ് അല്ലേ? നമ്മൾ വലിയ ആൾക്കാരാണ്, യേശുക്രിസ്തുവിനെ പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിയുള്ളവരായിരിക്കത്തില്ല പലപ്പോഴും അല്ലേ? ഒരു അന്യജാതിയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ്റെ നന്ദി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അന്യജാതിയിൽ നിന്നും വന്നതായ വ്യക്തികളാണ് ശരിക്കും വിശ്വസ്തരായിട്ട് ദൈവത്തോട് വലിയ കൂറുള്ളവരായി വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് നിൽക്കുന്നതായ വിശ്വാസികളിൽ പലരും അവർ അന്യജാതിക്കാരാണ്. പൗലോസിനെ പോലെ. പൗലോസ് വേറൊരു വിശ്വാസത്തിലുള്ളവനായിരുന്നു, യഹൂദ മതാനുസാരിയായിരുന്നു. എന്നാൽ ആ പൗലോസ്
കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയതായ നിമിഷം മുതൽ അവനൊരു ശരിയായ ആത്മികനായി, ഒരു ശരിയായ ഒരു പോരാളിയായി കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. അവൻ ഒരു വലിയൊരു ആത്മീക നേതാവായിട്ട് പിന്നെ അറിയപ്പെടുകയാണ്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് വിശ്വാസികളെക്കാളും എല്ലാം അധികമായിട്ട് അന്യജാതിക്കാരാണ് ദൈവത്തെ അറിയുന്ന അപ്രകാരമുള്ളതായ ജാതിക്കാരാണ് വളരെ എരിവോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാനും അവനെ അറിയുവാനും ദൈവത്തോടു കൂടി ആയിരിക്കുവാനും തക്കവണ്ണം അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അന്യജാതിക്കാർക്ക് പ്രത്യേകമായ ഒരു, നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരാളെ മാറ്റി വിടുവാനോ അല്ലെങ്കിൽ അവൻ ഇന്ന ജാതിക്കാരൻ മറ്റവൻ ഇന്ന ജാതിക്കാരൻ എന്ന ചിന്തയൊന്നും കർത്താവായ ദൈവത്തിനില്ല. എല്ലാവരും തുല്യരാണ്. അവന് മുഖപക്ഷമില്ല, വചനം പറയില്ല. അതിനകത്ത് നാം ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ വചനത്തിലോ ദൈവിക പദ്ധതിയിലോ ഉള്ള കാര്യമല്ല. മനുഷ്യൻ തന്നെ സ്വയമായിട്ട് അവനൊരു വേർതിരിവിൻ്റെ അനുഭവത്തിൽ മാറി നിന്നുകൊണ്ട് ഞാൻ ഇന്നതാണെന്ന് പറയുക. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ തന്നെ ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത്. അതിനകത്ത് അതിർവരമ്പുകളുണ്ട്, വേർതിരിവുകളുണ്ട്, പരസ്പരം യോജിക്കാൻ വയ്യാത്ത വ്യക്തികളുണ്ട്. ഇത് വളരെ ശോചനീയവും കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്ന സ്വഭാവമല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദമിനെയും ഹവ്വയെയും മാത്രമേ ദൈവം നിർമ്മിച്ചിട്ടുള്ളൂ. എന്നാൽ സാഹചര്യത്തിൻ്റെ, കാലാവസ്ഥയുടെ മറ്റു വിധങ്ങളായ വിഷയങ്ങളിൽ മനുഷ്യൻ വിവിധ രീതിയിലായിത്തീർന്നു. പക്ഷേ മനുഷ്യൻ്റെ സഹോദരിയുടെ ശരീരത്തിൻ്റെ ഒരു ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ വരുന്ന ബ്ലഡും എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഞരമ്പ് മുറിച്ചാൽ വരുന്ന ബ്ലഡും രണ്ടിനും ചുമപ്പാണ് നിറം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആരെല്ലാം ആയിരുന്നാലും അവനെല്ലാം, കാരണം യേശുക്രിസ്തുവാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് അവർ രൂപീകരിക്കുന്നത്. അവർ സെപ്പറേറ്റ് അല്ല. പക്ഷെ മനുഷ്യൻ്റെ പിശാച് എന്താണ്? ആ സെപ്പറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനെ തമ്മിൽ അടിക്കാനും വഴക്കുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ പ്രവർത്തിക്കേണ്ടത്. അതെ, ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് ഒത്തിരിയധികം സഭാവിഭാഗങ്ങൾ നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. അവരെല്ലാവരും ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ വചനപ്രകാരം ജീവിക്കുവാൻ അവരെല്ലാവരും തയ്യാറായിരുന്നുവെങ്കിൽ, മറ്റ് സഭാവിഭാഗങ്ങളൊന്നുമില്ലാതെ എല്ലാവരും കർത്താവ് പറയുന്ന പ്രകാരം വചനം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ, ഇന്ന് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറാൻ സാധിക്കുമായിരുന്നു. വളരെ ഭംഗിയേറിയ ഒരു ചർച്ചയായിരുന്നു. ക്രിസ്തുവിൻ്റെ കീഴിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് പാസ്റ്റർ ജോൺ ജോയുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗപിതാവേ, ലോകത്തിൽ മനുഷ്യനെ അകറ്റി നിർത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ ഒന്നിപ്പിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന പാസ്റ്റർ ജോൺ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ ഹാർദവമായി നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.